ഹലോ എവരിവൺ. CGL എക്സാമിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കയുടെ പോർഷൻസ് നമ്മൾ ഇന്ന് മുതൽ നോക്കി തുടങ്ങാൻ പോവാം. അപ്പോൾ അതിന് മുന്നേ നമ്മളെപ്പോഴും എക്സാമിന് ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം അല്ലേ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ സ്ട്രാറ്റിക് GK എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മുടെ 2021 മുതലുള്ള വർഷങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചാൽ ഏകദേശം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ആൻസർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും GK, പ്രത്യേകിച്ച് GK സബ്ജക്റ്റ്, മാത്സ് റീസണിങ് ഇംഗ്ലീഷ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കും. റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മൾ GK പഠിക്കുന്ന സമയത്ത് GK എന്ന് പറയുന്ന സബ്ജക്റ്റ് വാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ 2022 CGL എക്സാം, ഓക്കെ, 2022 2022 CGL എക്സാം നോക്കുവാണെങ്കിൽ ടോട്ടൽ 257 ക്വസ്റ്റ്യൻസ്, 257 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത് 2022. ഇനി തൊട്ടടുത്ത വർഷം 2023 നടന്ന CGLന്റെ എക്സാം നോക്കുവാണെങ്കിൽ ടോട്ടൽ 194 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 194 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് GKയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിന്റെ ടോട്ടൽ GKയുടെ സബ്ജക്റ്റുകളുടെ കൗണ്ട് എടുക്കുമ്പോൾ അതിൽ ഇത്രയും ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏത് ഏരിയയിൽ നിന്നാണ്? സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് GKയുടെ എല്ലാ ടോപ്പിക്കിലോട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഏരിയ, സ്പോർട്സ് റിലേറ്റഡ് ഏരിയ, സെൻസസ് റിലേറ്റഡ് ഏരിയ. അപ്പം അത്തരം ഏരിയാസിനെ ഫോക്കസ് ചെയ്യാതെ തന്നെ കുറച്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് GKയിൽ ശരിക്കും ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് സബ്ജക്റ്റ് അല്ല, ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ സ്പെഷ്യലൈസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 2022 എക്സാംസ് നോക്കുകയാണെങ്കിൽ 257 ക്വസ്റ്റ്യൻസും 2023 എക്സാം നോക്കുകയാണെങ്കിൽ 194 ക്വസ്റ്റ്യൻസും ഏതിൽ നിന്നായിരുന്നു? സ്ട്രാറ്റിക് GK എന്നായിരുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ റീസെൻ്റ് എക്സാംസിൻ്റെ പാറ്റേണിൽ അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ. ഈ വർഷം നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫേസ് 12 എക്സാമും കഴിഞ്ഞു, അതുപോലെ തന്നെ CPOയുടെ എക്സാമും കഴിഞ്ഞു അല്ലേ. ഈ 2 എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് CHSL വന്നു, CHSL കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ CHSL ആൻസർ കീ എന്തായിട്ടില്ല, ആൻസർ കീ റിലീസ് ആയിട്ടില്ല. സോ അതുകൊണ്ട് CHSL എക്സാമിന് സ്ട്രാറ്റിക് GK എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളത് ഇപ്പം പറയാൻ പറ്റൂല. അപ്പോൾ CPOയുടെ എക്സാമും ഫേസ് 12 എക്സാം നോക്കുകയാണെങ്കിൽ അതിൽ ഫേസ് 12 എക്സാമിന് ടോട്ടൽ ഷിഫ്റ്റിൽ 117 ക്വസ്റ്റ്യൻസ് സ്ട്രാറ്റിക് GK എന്നായിരുന്നു. 2024 നടന്ന എക്സാമാണ് 117, 117 ക്വസ്റ്റ്യൻസ് സ്ട്രാറ്റിക് GK എന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ CPOയുടെ എക്സാം നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ CPO 2024 നടന്ന CPOയുടെ എക്സാം നോക്കുകയാണെങ്കിൽ ആകെ കുറച്ച് ഷിഫ്റ്റിൽ മാത്രമാണ് CPOയുടെ എക്സാം നടന്നത്. അതിൽ തന്നെ 134 ക്വസ്റ്റ്യൻസ്, 134 ക്വസ്റ്റ്യൻസ് സ്ട്രാറ്റിക് GKയിൽ നിന്നായിരുന്നു. ഓക്കെ, ഇപ്പം തന്നെ അതായത് ഞാൻ ഈ കണക്ക് പറയുമ്പോൾ തന്നെ ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. നമ്മൾ ഈ 2024 ഇപ്പം ഈ നടന്ന 2 എക്സാംസ്, CPOയുടെ എക്സാമും ഫേസ് 12 എക്സാമും നടന്നു, റീസെൻ്റ്ലി നടന്ന എക്സാംസ്. അപ്പോൾ ആ എക്സാംസ് അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ 2024 ടോപ്പായിട്ടുള്ളൊരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തപ്പോൾ 2024 നടന്ന എക്സാംസിൻ്റെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ പുതിയതായിട്ട് ചോദിച്ച് കണ്ട ഒരു 12 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് കണ്ട ക്വസ്റ്റ്യൻസ്. ബാക്കി 88 ക്വസ്റ്റ്യൻസ് എന്ത് തന്നെയാണ്? പ്രീവിയസ് ഇയർ തന്നെയാണ്. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകൾ മാത്രമാണ് ആ 88 ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇത് ഞാൻ മനസ്സിലാക്കി തരാൻ കാരണം 2024 നടന്ന ഒരു 100 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 12 ക്വസ്റ്റ്യൻസ് മാത്രമേ പുതിയതായിട്ടുള്ളൂ. ബാക്കി 88 ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്? പ്രീവിയസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എത്രമാത്രം കമാൻഡ് കൊടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് GK വായിക്കുന്ന സമയത്ത്, GKയുടെ പോർഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ GK വായിക്കുന്ന സമയത്ത് ആ വർഷം നടന്നിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ വർഷം നടന്നിട്ടില്ല എല്ലാ എക്സാമിൻ്റെയും GKയുടെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം
സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആവും. ദെൻ ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നടന്ന SSC JEE എക്സാം ഉണ്ടല്ലോ, SSC JEE എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബിഷപ്പ് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന്. ബിഷപ്പ് എന്ന് പറയുന്ന ടേം ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നിങ്ങൾക്കറിയാം ചെസ് ആണെന്നറിയാം. ബട്ട് ഇൻ ദ സെയിം ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഏതിന് ചോദിച്ചെന്ന് അറിയാമോ? ഇപ്പം നടന്ന ഫേസ് 12 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അതായത് റീസെന്റ് ട്രെൻഡിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്തുണ്ട്? അങ്ങനെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകളും തന്നെ എന്ത് ചെയ്യുക? മാക്സിമം പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ പുതിയതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബട്ട് ഓൾമോസ്റ്റ് എന്ത് തന്നെയായിരിക്കും? പ്രീവിയസ് ഇയർ തന്നെയായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റിനൂടെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക? ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. കാരണം എത്രയാണോ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ അത്രയും ടൈം നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീടുള്ള നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് കിട്ടിയ ടൈം നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി പഠിക്കുന്നു, പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ടൈം യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ ക്ലാസ് കേട്ടു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് പഠിക്കാനായിട്ട് സമയം എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സമയം പോകും. സോ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക? പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 6 സെലിബ്രേറ്റ് ബന്ദി ചൂട് ഡേ വിച്ച് കോയിൻസിഡൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽസ്. സ്പോർട്സ് അല്ല, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫെസ്റ്റിവൽസ്. അല്ലെങ്കിൽ സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ആണിത് ബന്ദി ചൂട് ഡേ എന്ന് പറയുന്നത്. ഈ സെയിം ഡേ നമ്മുടെ ഇന്ത്യയിൽ ഏത് ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസമാണ് സിഖുകാർ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കോയിൻസിഡൻസ് ആയിട്ട് വരുന്നു. അത് ഏത് ദിവസമാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബന്ദി ചൂട് ഡേ വിച്ച് കോയിൻസിഡൻറ്റ് വിച്ച് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആൻസർ എന്താണെന്ന് അറിയാമോ? ദീപാവലി ഫെസ്റ്റിവൽ ആണ്. എന്താണ്? ദീപാവലി ഫെസ്റ്റിവൽ. ഈ ദീപാവലി ഫെസ്റ്റിവലിനെ പറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇംഗ്ലീഷ് കലണ്ടർ വെച്ച് നമുക്ക് അറിയാമല്ലോ. ഏതാണ്? ഒക്ടോബർ നവംബർ മന്താണ് അല്ലേ? ഒക്ടോബർ നവംബർ മന്താണ്. അപ്പോൾ ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ നവംബർ മന്ത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നില്ല? ഇംഗ്ലീഷ് മന്ത് ആയിരുന്നില്ല, ഹിന്ദു കലണ്ടറിലെ മന്തായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഹിന്ദു കലണ്ടർ നോക്കുവാണെങ്കിൽ ഏത് മന്താണ്? കാർത്തിക് മന്താണ് കേട്ടോ. ഏത് മന്താണ്? കാർത്തിക് മന്താണ്. അപ്പോൾ ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്താണ്? കാർത്തിക് മന്തിലാണ് ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയല്ലോ. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കേ, ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് ഭദ്രപാട മന്തിലാണ് കേട്ടോ. ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? അത് ഭദ്രപാട മന്തിലാണ്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡിൽ. ഓക്കെ, അപ്പോൾ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? ഭദ്രപാട മന്തിലാണ്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം പീരീഡ്. കഴിഞ്ഞില്ല, നമ്മുടെ എക്സാംസിന് ഇനിയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ പെർഫോം ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? അല്ലെങ്കിൽ ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്. ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? മറക്കണ്ട, നോട്ട് ചെയ്തോ. ഏതാണെന്നറിയാമോ? നുവാക്കായി ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഒഡീഷയിൽ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? നുവാക്കായി ഫെസ്റ്റിവൽ ആണ്. അപ്പം ഡയറക്ട്ലി ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നുവാക്കായി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന്. അതിന് ആൻസർ എന്താണ്? ഒഡീഷയാണ്. ദെൻ അടുത്ത് ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യയിൽ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഏതെന്ന് പറയുന്നത്? നുവാക്കായി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, ഇതിനെ ബേസ് ചെയ്ത് ഇനിയും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സെയിം ഡേ തന്നെ ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്? ഓക്കെ, ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് സെയിം ഡേ തന്നെ ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്?
ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് സെയിം ഡേ തന്നെ ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫുഗ്ദി ഡാൻസ് ഫോം ആണ്. ഏതാണ്? ഫുഗ്ദി ഡാൻസ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് നുവാക്കായി ഫെസ്റ്റിവൽ. ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് അതേ ദിവസം ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഗ്ദി ഡാൻസ് ഫോം ആണ്. ഈ ഫുഗ്ദി ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? അത് ഗോവയാണ്. സോ അതും എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹോളി. നമുക്കറിയാം ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? ഹോളി. അപ്പോൾ ഒരു തവണ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ്. ഓക്കെ, അപ്പോൾ ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഓക്കെ, അപ്പോൾ ഫഗുവ എന്നറിയപ്പെടുന്ന PH ആണ്. ഫഗുവ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഹോളി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫഗുവ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഹോളി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫഗുവ എന്നറിയപ്പെടുന്ന ഹോളി ഫെസ്റ്റിവൽ ഏത് മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഫൽഗുണ മന്തിലാണ് കേട്ടോ. ഏത് മന്തിലാണ്? ഫൽഗുണ മന്തിലാണ്. ഓക്കെ, അപ്പോൾ ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ഇത് ഏത് മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഫൽഗുണ മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഫൽഗുണ മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഫെബ്രുവരി, മാർച്ച് ടൈം പീരീഡ്. എപ്പോഴും നമ്മൾ ഈ ഹിന്ദു കലണ്ടർ മന്തുകൾ പഠിച്ചു വെക്കുന്നത് നമ്മളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദീപാവലി നമുക്കറിയാം ഒക്ടോബർ, നവംബർ ആ പീരീഡിലാണെന്ന് അറിയാം. പക്ഷേ അതിന് ഹിന്ദു കലണ്ടറിലെ മന്ത് പ്രോപ്പറായിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ഒക്ടോബർ, നവംബർ മന്തിൽ ഹിന്ദു കലണ്ടറായിട്ട് പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ദെൻ ദസറ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. ദസറ ഫെസ്റ്റിവൽ ഇതിൽ ഓരോ പോയിന്റ്സ് പോലും സ്കിപ്പ് ചെയ്യല്ലേ. കാരണം ഈ പറയുന്ന ഓരോ പോയിന്റ്സുകൾ നമ്മുടെ എക്സാമിന് ഓരോ ഇയർ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ ഫാക്റ്റുകളാക്കി പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ചെയ്യും ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ദസറ ഫെസ്റ്റിവൽ അല്ലേ? ദസറ ഫെസ്റ്റിവൽ. അപ്പോൾ ദസറ ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ദസറ ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി കേട്ടോ. ദസറ ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി ഫെസ്റ്റിവൽ. ദസറ ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയദശമി ഫെസ്റ്റിവൽ. ഓക്കെ, ഇനി രണ്ട് ദസറ ഉണ്ട് അല്ലേ? ബാസ്റ്റർ ദസറ ഫെസ്റ്റിവലും ഉണ്ട്. ബാസ്റ്റർ ദസറ ഫെസ്റ്റിവലും ഉണ്ട്. ബസ്റ്റർ ദസറ ഫെസ്റ്റിവലും ഉണ്ട്. അതുപോലെ കുളു ദസറ ഫെസ്റ്റിവലും ഉണ്ട്. ബാസ്റ്റർ ദസറ ഫെസ്റ്റിവലും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? കുളു ദസറ ഫെസ്റ്റിവലും ഉണ്ട് അല്ലേ? ഇതിൽ ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ എവിടെയാണ്? ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ അത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. കുളു ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ അതോ ഹിമാചൽ പ്രദേശിലുമാണ്. ഓക്കെ, അപ്പോൾ ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ അതെവിടെയാണ്? ഛത്തീസ്ഗഡിലും. കുളു ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ എവിടെയുമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലുമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഛത്തീസ്ഗഡ്, കുളു ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലുമാണ്. ഓക്കെ, ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഛത്തീസ്ഗഡ്, കുളു ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ഛത്തീസ്ഗഡിൽ എത്ര ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയണം. ഓക്കെ, അപ്പോൾ ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 75 ഡേയ്സ് ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്? 75 ഡേയ്സ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യത്തിന് ഒന്നുകൂടി ഒരു അവയർനെസ് ഉണ്ടാക്കി തന്നതിന് ശേഷം ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു തന്നതിന് ശേഷം, കാരണം എല്ലാം കൂടി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ക്ലിയർ ആയതിനു ശേഷം ഒന്നുകൂടി ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിനെ കണക്ട് ചെയ്തൊരു 2 കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറയാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? സിഖുകാർ ബന്ദിച്ചു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് സെയിം ദിവസമാണ് ഇന്ത്യയിൽ ദീപാവലി ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് കണക്ട് ചെയ്യുന്നു. ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കാർത്തിക് മന്ത്. കാർത്തിക് മന്ത് ഹിന്ദു കലണ്ടറിൽ ഏത് മാസം വരുമെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഒക്ടോബർ, നവംബർ ടൈം പീരീഡിലാണ്. അതവിടെ കഴിഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ. അപ്പോൾ ഇന്ത്യയിൽ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് അറിയാം. ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ ഭദ്രപാട മന്തിലാണ്. അപ്പോൾ ഈ ഭദ്രപാട മന്തിൽ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിലാണെങ്കിലോ ഓഗസ്റ്റ്, സെപ്റ്റംബർ ടൈം പീരീഡിലാണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
അത് ഓർക്കുക. ദെൻ ഇന്ത്യയിൽ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നുവാക്കായി ഫെസ്റ്റിവൽ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. നുവാക്കായി എവിടെയാണ്? ഒഡീഷയിലാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് അതേ ദിവസമാണ്, തൊട്ടടുത്ത ദിവസമാണ് ന്യൂവാക്കായി ഒഡീഷയിൽ. അതേ ദിവസം ഗോവയിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഫുഗ്ദി ഡാൻസ്. ദെൻ ഹോളി ഫെസ്റ്റിവലിനെ പറ്റി പറഞ്ഞു. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗുവ. ആ ഫഗുവ PH തന്നെ കണക്ട് ചെയ്യാം. ഫഗുവ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? ഫൽഗുണ മന്തിലാണ്. ഈ ഫൽഗുണ മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഫെബ്രുവരി മാർച്ച് ടൈം പീരീഡിൽ. ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ദസറ. അപ്പോൾ ദസറ ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് വിജയ ദശമി. ദെൻ ദസറ ഫെസ്റ്റിവൽ ആകുമ്പോൾ ബാസ്റ്റർ ദസറ ഫെസ്റ്റിവലും ഉണ്ട്, കുളു ദസറ ഫെസ്റ്റിവലും ഉണ്ട്. ബാസ്റ്റർ ദസറ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഛത്തീസ്ഗഡിൽ എത്ര ഡേയ്സ് ആണ്? 75 ഡേയ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കുളു ദസറ ഫെസ്റ്റിവൽ ആണെങ്കിലോ ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി സിഖുകാരുടെ കാര്യമല്ലേ പറഞ്ഞേ. ഈ സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഗുരുപുരബ് ഫെസ്റ്റിവൽ കേട്ടോ. ഗുരുപുരബ് ഫെസ്റ്റിവൽ. ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യും എന്ന് പറയുന്നതിന് കാരണമേ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഗോൾഡൻ ക്വാഡ്രിലാറ്ററിന്റെ ലെങ്ത് 5846 കിലോമീറ്റർ ആണ്. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിന്റെ ലെങ്തിനെ പറ്റി നമ്മൾ ഓൾറെഡി CHSL സീരീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചതാണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ലെങ്തും അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അത് തന്നെ സെയിം NTPC എക്സാം എടുത്ത് നോക്കുവാണെങ്കിൽ അതിലും ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എക്സാമിന് ചോദിച്ചേ. ഇത് പോട്ടെ, ഇപ്പം ഞാൻ പറയാനായിട്ട് കാരണം ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമോ. ഇപ്പം നടന്ന CPO 2024 നടന്ന CPOയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ അതിലും എന്ത് ചോദിച്ചിട്ടുണ്ട്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നോക്കിക്കോ, ഈ ഗുരുപുരബ് ഫെസ്റ്റിവലെ സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഗുരുപുരബ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഗുരുപുരബ് ഫെസ്റ്റിവൽ. സിക്കിസം. ഓക്കെ, സിക്കിസം എന്ന് പറഞ്ഞ റിലീജിയൻ അല്ലേ. സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്ക് ഉണ്ടല്ലോ. ഓക്കെ, സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഗുരുപുരബ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗുരുപുരബ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗുരുപുരബ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗുരുപുരബ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഗുരു നാനാക്ക് ജനിച്ച വർഷം 1469 ഗുരു നാനാക്ക് ബോൺ ചെയ്യുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഗുരു നാനാക്ക് ബോൺ ചെയ്യുന്നത് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താൽവണ്ടിയിലാണ് കേട്ടോ. ഗുരു നാനാക്ക് ബോൺ ചെയ്യുന്ന വർഷം എവിടെയാണ്? വർഷം 1469 എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ താൽവണ്ടി. ഈ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്നത് നൻകന സാഹിബ് എന്നാണ് കേട്ടോ. താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്നത് എന്താണ്? നൻകന സാഹിബ് എന്നാണ്. താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്നത് എന്താണ്? നൻകന സാഹിബ് എന്നാണ് താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്നത്. ഈ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസ് ഇപ്പൊ എവിടെയാണ്? അത് പാകിസ്ഥാനിലാണ് കേട്ടോ. ഇപ്പൊ എവിടെയാണ്? പാകിസ്ഥാനിൽ. ഓക്കെ, അപ്പോൾ ഗുരുപുരബ് ഫെസ്റ്റിവല് നമ്മുടെ സിക്കിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഗുരുപുരബ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗുരു നാനാക്കാണ് സിക്കിസത്തിന്റെ ഫൗണ്ടർ. ദെൻ ഗുരു നാനാക്ക് ബോൺ ചെയ്ത വർഷം ഓർത്തിരിക്കുക 1469 ഗുരു നാനാക്ക് എവിടെയാണ് ബോൺ ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താൽവണ്ടിയിൽ. അതുപോലെ തന്നെ സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഹോല മൊഹല്ല ഫെസ്റ്റിവൽ. ഓക്കെ, അതുപോലെ തന്നെ സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? ഹോല മൊഹല്ല ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ഹോല മൊഹല്ല ഫെസ്റ്റിവൽ. സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഹോല മൊഹല്ല ഫെസ്റ്റിവൽ. ഈ ഹോല മൊഹല്ല ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിഖ് ഗുരുവിൽ ഒരാളായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് ആണ് കേട്ടോ. ഹോല മൊഹല്ല ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഹോല മൊഹല്ല ഫെസ്റ്റിവൽ സിക്കിസം റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
കലാക്ഷേത്ര സ്റ്റൈൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം? അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കലാക്ഷേത്ര സ്റ്റൈൽ എന്ന് പറയുന്നത്? ഏതാണ്? ഭരതനാട്യവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. ഭരതനാട്യവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്? കലാക്ഷേത്ര സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കലാക്ഷേത്ര സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മളെ സാദിർ എന്നറിയപ്പെടുന്ന ഡാൻസ് ഏതാണ്? അത് ഭരതനാട്യമാണ്. ഏകഹാര്യ എന്നറിയപ്പെടുന്ന ഡാൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഏകഹാര്യ മറക്കല്ലേ. ഈ കണക്ട് ചെയ്ത് പറയുന്നതെല്ലാം ഓരോ പ്രീവിയസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നുപോലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് കളയാനേ പാടില്ല. ഓക്കെ, അപ്പോൾ സാദിർ എന്ന് പറയുന്നത് ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ ഏകഹാര്യ എന്ന് പറയുന്നത് ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഭരതനാട്യം ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് സാദിർ ആൻഡ് ഓൾസോ നോൺ ആസ് ഏകഹാര്യ. ദെൻ ദാസിയാട്ടം എന്നറിയപ്പെടുന്ന ഡാൻസും ഏത് തന്നെയാണ്? ഭരതനാട്യം ഡാൻസ് തന്നെയാണ്. സോ സാദിർ എന്നും ഏകഹാരി എന്നും ദാസിയാട്ടം എന്നും എല്ലാം അറിയപ്പെടുന്ന ഡാൻസ് ഏത് തന്നെയാണ്? ഭരതനാട്യം തന്നെയാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ, ഈ ഏൻഷ്യന്റ് ടൈമിൽ ഈ ഭരതനാട്യം ടീച്ചേഴ്സിനെയും ഗുരുക്കന്മാരെയൊക്കെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഓക്കെ, അതായത് ഭരതനാട്യം ഇങ്ങനെയാണ്, ഏൻഷ്യന്റ് ഡാൻസ് ടീച്ചേഴ്സ് ഓർ ഗുരുസ് ഓഫ് ഭരതനാട്യം ഈസ് നോൺ ആസ്. അപ്പോൾ ഏൻഷ്യന്റ് ടൈമിൽ ഈ ഭരതനാട്യം ഡാൻസ് പഠിപ്പിക്കുന്ന ആ ടീച്ചേഴ്സിനെയും ഗുരുസിനെയൊക്കെ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അറിയാമോ? ഏൻഷ്യന്റ് ടൈമിൽ ഈ ഭരതനാട്യം പഠിപ്പിക്കുന്ന ഡാൻസേഴ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ നാട്ടുവനാർസ് എന്നാണ് കേട്ടോ. നാട്ടുവനാർ. ഓക്കെ, ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? നാട്ടുവനാർ എന്ന് പറയുന്ന പേരിലാണ് ഏൻഷ്യന്റ് ടൈമിൽ ഈ ഭരതനാട്യം പഠിപ്പിക്കുന്ന ഡാൻസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ദെൻ ഇനിയും ഈ ഭരതനാട്യം ഡാൻസ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഭരതനാട്യം ഡാൻസ് ശൈവിസം അല്ലെങ്കിൽ ലോർഡ് ശിവയുമായിട്ട് റിലേറ്റ് ചെയ്ത ഡാൻസ് ആണ് എന്ന് പറയുന്നത് ഭരതനാട്യം ഡാൻസ് എന്ന് പറയുന്നത്. അലാരിപ്പ് എന്ന് പറയുന്നത് ഓക്കെ, അലാരിപ്പ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ അലാരിപ്പ് ഈസ് എ ഡാൻസ് പീസ് ഫ്രം വിച്ച് ക്ലാസിക്കൽ ഡാൻസ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അലാരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ഭരതനാട്യം ഡാൻസിൻ്റെ അല്ലെങ്കിൽ ഭരതനാട്യം ഡാൻസ് എന്നുള്ളൊരു പീസാണ് ഏതെന്ന് പറയുന്നത്? അലാരിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഓരോ എക്സാമിനും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്, ഓരോ പോയിന്റ്സും. അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കലാക്ഷേത്ര സ്റ്റൈല് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഭരതനാട്യമാണ്. സാദിർ എന്നറിയപ്പെടുന്നത്, ഏകഹാരി എന്നറിയപ്പെടുന്നത്, ദാസിയാട്ടം എന്നറിയപ്പെടുന്നത് എല്ലാം എന്തിനെയാണ്? ഭരതനാട്യത്തെയാണ്. ഈ ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ഏൻഷ്യന്റ് ടൈമിൽ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? നാട്ടുവനാർ എന്നായിരുന്നു. ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ഡാൻസ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ശൈവിസം എന്നാണ്. അലാരിപ്പ്. ഓക്കെ, അലാരിപ്പ് ഇസ് എ ഡാൻസ് പീസ് ഫ്രം ഭരതനാട്യം. ഭരതനാട്യത്തിലുള്ള ഒരു ഡാൻസ് പീസാണ് എന്ന് പറയുന്നത് അലാരിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്തേക്കണേ കേട്ടോ. വേദാന്തം സത്യനാരായണ ശർമ്മ പത്മശ്രീ അവാർഡി വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ്? അപ്പോൾ വേദാന്തം സത്യനാരായണ ശർമ്മ ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇയാൾ റിപ്പീറ്റഡ് ആണ് കേട്ടോ, അത്ര തവണ ഇയാളുടെ പേര് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. വേദാന്തം സത്യനാരായണ ശർമ്മയും വെമ്പതി ചിന്നസത്യവും അവർ രണ്ടുപേരും അത്ര റിപ്പീറ്റഡ് ആയിട്ടുള്ള കുച്ചിപ്പുടി ഡാൻസേഴ്സ് ആണ്. ഓക്കെ, കുച്ചിപ്പുടി ഡാൻസേഴ്സ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കുക. കാരണം എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഫാക്ട്സ് വരുവാണെങ്കിൽ ആ ഫാക്ട്സ് കൂടെ മനസ്സിലാക്കി പോകണം. ചിലപ്പോൾ പിന്നീട് ആ ക്വസ്റ്റ്യനകത്ത് വന്ന ഫാക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ഇവിടെ നമ്മൾ കണ്ട ഫാക്ട്സ് ആയിരിക്കും അടുത്ത് നമ്മുടെ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. സോ അതുകൂടെ നമ്മൾ ഇവിടെ നോക്കുകയാണ്. വേദാന്തം സത്യനാരായണ ശർമ്മ ഈസ് എ പത്മശ്രീ അവാർഡ് എന്നുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത തവണ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക വേദാന്തം സത്യനാരായണ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണെന്നായിരിക്കും. സോ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. വേദാന്തം സത്യനാരായണ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം 1917
ഓക്കെ. വേദാന്തം സത്യനാരായണ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണ് 1970. വേദാന്തം സത്യനാരായണ ശർമ്മയുടെ കൂടെ ഓർത്തിരിക്കേണ്ട പേരാണ് വെമ്പതി ചിന്നസത്യം. ഓക്കെ. വേദാന്തം സത്യനാരായണ ശർമ്മയും അതുപോലെ തന്നെ വെമ്പതി ചിന്നസത്യം. ഓക്കെ. വേദാന്തം സത്യനാരായണ ശർമ്മ, വെമ്പതി ചിന്നസത്യം. ഓക്കെ. വേദാന്തം സത്യനാരായണ ശർമ്മ, വെമ്പതി ചിന്നസത്യം രണ്ടുപേരും ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ആണ്. കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വെമ്പതി ചിന്നസത്യത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഒരു തവണ ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പം വെമ്പതി ചിന്നസത്യത്തിന് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം ഞാനങ്ങ് പറയാം 1998 എന്നാണ് 1998. അപ്പോൾ ഒരു തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ഇങ്ങനെയാണ്, താഴെ പറയുന്നവയിൽ ഏത് കുച്ചിപ്പുടി ഡാൻസർക്കാണ് 1998 പത്മഭൂഷൺ ലഭിക്കുന്നത്? സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർലി വർഷം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ. അപ്പോൾ വെമ്പതി ചിന്നസത്യത്തിന് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1998. ഓക്കെ. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. ഇനി ഓർത്തിരിക്കേണ്ടത് നമ്മുടെ പത്മജ റെഡ്ഡി. അത് നിങ്ങൾക്ക് പേരിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റൂലേ? പത്മജ റെഡ്ഡി, അതുപോലെ രാധാ റെഡ്ഡി, പത്മജ റെഡ്ഡി, രാധാ റെഡ്ഡി, ശോഭ നായിഡു, ഇവരൊക്കെ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസ് ആണ് കേട്ടോ. ഇവരെ മൂന്നുപേരെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവരെയും ഡയറക്ട്ലി തന്നെ ചോദിച്ചിട്ടുണ്ട്. പത്മജ റെഡ്ഡി, രാധാ റെഡ്ഡി, ശോഭ നായിഡു ഡയറക്ട്ലി ചോദിക്കും പത്മജ റെഡ്ഡി റിലേറ്റഡ് ടു വിച്ച് ഡാൻസ്. അപ്പോൾ ആ റെഡ്ഡി എന്നുള്ളത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പത്മജ റെഡ്ഡി, രാധാ റെഡ്ഡി ചോദിച്ചാൽ ആ റെഡ്ഡി വെച്ചിട്ട് നമുക്ക് റെഡ്ഡി എന്നുള്ള പേര് വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്ത് നമ്മൾ കുച്ചിപ്പുടി എഴുതും. പക്ഷേ ശോഭ നായിഡു എന്ന് ഓർത്ത് വെച്ചോ, ശോഭ നായിഡും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഈ 3 പേഴ്സൺസും എക്സാമിന് ചോദിച്ചിട്ടുള്ള കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ്. ഏതൊക്കെയാ? പത്മജ റെഡ്ഡി, രാധാ റെഡ്ഡി, ശോഭ നായിഡു. ഓക്കെ. അപ്പൊ മറക്കല്ലേ 2 വേറെ പേഴ്സൺസ് ആരൊക്കെയാ? ഗുരു വെമ്പതി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മയും. ഗുരു വെമ്പതി ചിന്നസത്യം, വേദാന്തം സത്യനാരായണ ശർമ്മ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Jonpa Lexo is a welcome dance off. ഇത് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡാൻസ് അല്ല കേട്ടോ. ജോൺപ ലെക്സോ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഭൂട്ടാനിലാണ് കേട്ടോ. അപ്പോൾ ഭൂട്ടാനിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ജോൺപ ലെക്സോ എന്ന് പറയുന്നത്. ജോൺപ ലെക്സോ എന്ന് പറയുന്നത് ആസ് എ വെൽക്കം ഡാൻസ് ഓഫ് എവിടുത്തെയാണ്? ഭൂട്ടാനിലെയാണ് കേട്ടോ. ഭൂട്ടാനിലെ വെൽക്കം ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ജോൺപ ലെക്സോ എന്ന് പറയുന്നത്. വേറെ കണക്റ്റഡ് ഫാക്റ്റുകളൊന്നും എന്ത് ചെയ്യില്ല, പറയാനായിട്ടില്ല. ഓക്കെ. നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. The first modern Olympic Games was held in the year. ആദ്യത്തെ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്ന വർഷം എന്നാണ്? അത് 1896 ഫസ്റ്റ് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? 1896 എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറോ എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ് കേട്ടോ. എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ്. ഓക്കെ. അപ്പോൾ 1896 ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്ന എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ്. 1896 ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്ന എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ്. ഈ തൊട്ട് താഴെ 1896 തൊട്ട് താഴെ 1900 എന്ന് പറയുന്ന ഒരു ഇയർ കിടപ്പുണ്ട്. ഈ ഇയറിനും പ്രത്യേകതയുണ്ട്. ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർഷം എന്നാണ്? 1900 ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നാണ്? 1900 അപ്പോൾ 1896 ഗ്രീസിലെ ഏതൻസിലെ 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടക്കുന്നത്. ദെൻ 1900 ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് 1900 ആ 2 കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ഇനി നമ്മുടെ ഒളിമ്പിക്സിന്റെ മോട്ടോ എന്താണെന്ന് അറിയാമോ? ഒളിമ്പിക്സിന്റെ മോട്ടോ സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് എന്നാണ് കേട്ടോ. സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ്. ഓക്കെ. സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് എന്നാണ് ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ എന്താണ് മീനിങ്? ഫാസ്റ്റർ, അതുപോലെ ഹയർ, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ എന്നാണ്.
ഒളിമ്പിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഞാൻ ഒന്ന് പറയാം. ഒളിമ്പിക്സിൽ നമുക്ക് ആദ്യത്തെ മെഡൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഒളിമ്പിക് ഇൻഡിവിജ്വൽ മെഡൽ, ഒളിമ്പിക്കിൽ നമ്മുടെ മെഡൽ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ KD ജാദവ് ആണ് കേട്ടോ. KD ജാദവ് ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? റെസ്ലർ ആണല്ലേ. KD ജാദവ് ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഏത് ഇവന്റ് ആണ്? KD ജാദവ് റെസ്ലർ ആണ്. ഇനി ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ കിട്ടുന്ന ഇന്ത്യൻ വുമൺ ആരാണ്? ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ലഭിക്കുന്ന ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കർണം മല്ലേശ്വരിയാണ് കേട്ടോ. ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ കിട്ടുന്ന ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? വെയിറ്റ് ലിഫ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടന്നത് 1896 അത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ടാണ്. ഒളിമ്പിക്സിന്റെ മോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയേഴ്സ്, ആൾട്ടേഴ്സ്, ഫോർട്ടേഴ്സ്, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. ദെൻ ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ലഭിക്കുന്നത് KD ജാദവിന്. KD ജാദവ് റെസ്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ലഭിക്കുന്ന ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി ഏത് ഇവന്റ് ആണ്? വെയിറ്റ് ലിഫ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പത്മശ്രീ അവാർഡ് ദർശന ജാവേരി ഡാഷ് ഡാൻസർ ഓഫ് ഇന്ത്യ. അപ്പൊ ദർശന ജാവേരി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ദർശന ജാവേരി. അപ്പൊ ദർശന ജാവേരി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അത് മാത്രമല്ല നമ്മുടെ അത് ഞാൻ പറയാം, ആ ക്വസ്റ്റിൻ്റെ ഒരു ടാറ്റിക്സ് ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിന് ആൻസർ പറയട്ടെ. ദർശന ജാവേരി മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ദർശന ജാവേരി മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദർശന ജാവേരി മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ദർശന ജാവേരി മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു തവണ എക്സാമിന് അത് MTS എക്സാമിനാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് വരാത്ത ഡാൻസ് ഫോം ഏതാണ്? ഓക്കെ, ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് വരാത്ത, കാരണം ഒരു ഷോൾ ഇങ്ങനെ ഇത്രയും ഭാഗം മറച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് വരാത്ത ഡാൻസ് ഫോം, ഓക്കെ, ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് വരാത്ത ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? മണിപ്പൂരി ഡാൻസ് ആണ്. ഇനി കഴിഞ്ഞില്ല, ഇതിനെ ബേസ് ചെയ്ത് ഇനിയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ ലായ് ഹരോബ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ലായ് ഹരോബ ഫെസ്റ്റിവൽ. ഈ ലായ് ഹരോബ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ പെർഫോം ചെയ്യുന്ന ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലായ് ഹരോബ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ പെർഫോം ചെയ്യുന്ന ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? മണിപ്പൂരി ഡാൻസ് ആണ്. ഈ മണിപ്പൂരി ഡാൻസിന്റെ മെയിൻ പ്രിഡോമിനന്റ് തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിവോഷൻ തന്നെയാണ്, ഭക്തി. ഓക്കെ, മണിപ്പൂരി ഡാൻസിന്റെ പ്രിഡോമിനന്റ് തീം ഓഫ് മണിപ്പൂരി ഡാൻസ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. പ്രിഡോമിനന്റ് തീം ഓഫ് മണിപ്പൂരി ഡാൻസ് എന്താണ്? ഡിവോഷൻ ആണ്. കഴിഞ്ഞില്ല, ഇനിയും ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ട്രഡീഷണൽ സിംഗിങ് പറയുന്നുണ്ട് നാട്ട് എന്നാണ് കേട്ടോ. ട്രഡീഷണൽ സിംഗിങ് നാട്ട്. ട്രഡീഷണൽ സിംഗിങ് നാട്ട് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡാൻസ് ഫോം? അപ്പോൾ ട്രഡീഷണൽ സിംഗിങ് ആയിട്ടുള്ള നാട്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നമ്മുടെ മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രഡീഷണൽ സിംഗിങ് നാട്ട് ഈസ് റിലേറ്റഡ് ടു ഏത് ഡാൻസ് ഫോം? മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദർശന ജാവേരി, ഓക്കെ, ദർശന ജാവേരി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ലായ് ഹരോബ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ, ലായ് ഹരോബ ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിൽ പെർഫോം ചെയ്യുന്ന ക്ലാസിക്കൽ ഡാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? മണിപ്പൂരി ഡാൻസ് ആണ്. പ്രിഡോമിനന്റ് തീം ഓഫ് മണിപ്പൂരി ഡാൻസ്, മണിപ്പൂരി ഡാൻസിന്റെ പ്രിഡോമിനന്റ് തീം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഡിവോഷൻ ആണ്. ദെൻ നാട്ട് അല്ലേ, നാട്ട് എന്ന് പറയുന്നത് സിംഗിങ് അല്ലേ, സിംഗിങ് ഏത് ഡാൻസിൽ യൂസ് ചെയ്യുന്നതാണ്? മണിപ്പൂരി ഡാൻസിൽ യൂസ് ചെയ്യുന്ന സിംഗിങ്, ട്രഡീഷണൽ സിംഗിങ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ നാട്ടെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് മറക്കല്ലേ. സോ ഒന്നുപോലും വേണ്ടാന്ന് തോന്നിയാൽ പോലും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം എന്ത് ചെയ്യുക അതേപോലെ അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, ഇനി ഈ മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേഴ്സൺസിൻ്റെ പേര് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? ഗുരു ബിപിൻ സിംഗ് കേട്ടോ. മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? ഗുരു ബിപിൻ സിംഗ്. ഒരുപാട് തവണ ഗുരു ബിപിൻ സിംഗ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു.
ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂൾ. ഓക്കെ, ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള്. ഓക്കെ, ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള്. ഓക്കെ, ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള്. ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? ഗുരു ബിപിൻ സിംഗ് ആണ്. ഓക്കെ, എവിടെയാണത്? മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഇംഫാലിലാണ് കേട്ടോ. ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് ഇംഫാലിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? അത് ഗുരു ബിപിൻ സിംഗ് ആണ്. കഴിഞ്ഞില്ല. ഇനിയും ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. ആളുടെ പേര് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു തന്നെ ഡയറക്ട്ലി ചോദിക്കും കേട്ടോ. ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ്. ഓക്കെ, ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ്. ഓക്കെ, ഗുരു രാജ്കുമാർ ഇവിടെ ഐ ആണേ. ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അതും മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസ് ആണ്. ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ് മണിപ്പൂരി ഡാൻസ് ആണ്. ഗുരു നീലേശ്വർ മുഖർജി കേട്ടോ. ഗുരു നീലേശ്വർ മുഖർജി. ഓക്കെ, ഗുരു നീലേശ്വർ മുഖർജി. ഓക്കെ, ഗുരു നീലേശ്വർ മുഖർജി മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിംബാവതി ദേവി. ഓക്കെ, ബിംബാവതി ദേവി മണിപ്പൂർ ഡാൻസ് ആണ്. ഇവരെ 4 പേരെ പഠിക്കാതെ പോവരുത് എക്സാമിന്. ഏതെങ്കിലും ഷിഫ്റ്റില് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ 4 പേഴ്സൺസിന്റെ പേര് മാത്രം, കുറെ പേരുണ്ട്, ഇതിൽ 4 പേരുടെ മാത്രം ഇപ്പോൾ ഓർക്കുക. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഗുരു ബിപിൻ സിംഗ്, ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസ്, ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ദെൻ ബിംബാവതി ദേവി. 4 ഏതൊക്കെയാ? ഗുരു ബിപിൻ സിംഗ്, ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി, ബിംബാവതി ദേവി. ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂൾ ഇംഫാലിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? അത് ഗുരു ബിപിൻ സിംഗ് ആണ്. അപ്പോൾ ഗുരു ബിപിൻ സിംഗ്, ഗുരു രാജ്കുമാർ സിംഗ്ജിത് സിംഗ്, ഗുരു നീലേശ്വർ മുഖർജി ആൻഡ് ഓൾസോ ബിംബാവതി ദേവി. അത് ഇത്ര എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ? 7th ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, the sex ratio in various state and union territories is very important to get information about women in the country. Given below are statistics as per the census of India 2011 which match the following and identify the correct. അപ്പോൾ സെക്സ് റേഷ്യോ പറയുന്നത് അല്ലേ? സെക്സ് റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1000 മെയിൽസിന് എത്ര ഫീമെയിൽ. എപ്പോഴും നമ്മൾ സെക്സ് റേഷ്യോ പറയുമ്പോൾ 1000 മെയിൽസ് എന്നുള്ളത് എന്താക്കും? അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് പറയും. 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് ഉള്ളതാണ് പറയുക അല്ലേ? നമ്മളപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ വെച്ചാൽ എത്രയാണ്? 943 ആണ് നമ്മുടെ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 943 ആണ് ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, നമുക്ക് മാച്ച് ചെയ്യാനായിട്ടാണ്. ഇവിടെ അത് പറയുന്നതിന് മുമ്പേ ഇവിടെ പ്രോപ്പർലി നമുക്ക് ഓപ്ഷൻസ് ശരിക്കും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാം 4 അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് സെക്സ് റേഷ്യോ പറ്റി അല്ലേ? 943 ആണ് ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള ഈ സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഏത്? കേരള. ഓക്കെ, സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഏത്? കേരള. സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റോ? സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരള. സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഏത്? ഹരിയാന. ഓക്കെ, സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരള. സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഏത്? ഹരിയാന. സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള കേരളത്തിന്റെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1084 ആണ്. 1084 ആണ്. പഠിച്ചിരിക്കേണ്ടതാണ്. സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള ഹരിയാനയുടെ സെക്സ് റേഷ്യോ നമ്മൾ അറിയണം 879. ഓക്കെ, അപ്പോൾ സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റും സെക്സ് റേഷ്യോ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റും നമുക്ക് അറിയാലോ. അപ്പം മറക്കണ്ട, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 943 ഹയസ്റ്റ് സെക്സ് റേഷ്യോ കേരളയാണ് 1084 ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഹരിയാനയാണ് 879. ഇനി ഓർക്കേണ്ട ഒരു കാര്യമേ, ഇപ്പൊ ലാസ്റ്റ് നടന്ന SSC JEE എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 2021 സെൻസസ് ഇതുവരെ റിലീസ് ആയിട്ടില്ല. എപ്പോഴത്തേക്കാണ് ആ സെൻസസ് റിലീസ് ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ ചോദിച്ചതിന് ആൻസർ 2024 ഒക്ടോബർ ആണ് പറയുന്നത് കേട്ടോ. ഇത് സെൻസസ് റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് പറയുന്നത് 2024 ഒക്ടോബർ ആണ്. ഓക്കെ,
അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ രണ്ടെണ്ണത്തെ ബാച്ച് ചെയ്യും. നമുക്കറിയാം സെക്സ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള കേരളത്തിന്റെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് നമുക്കറിയാം. 1084 1084 അറിയാം. അതിനെ അങ്ങ് മാച്ച് ചെയ്തു. ഹരിയാന അല്ലേ, ഹരിയാനയുടെ സെക്സ് റേഷ്യോ 879 ആണെന്നറിയാം. അതിനെ മാച്ച് ചെയ്തു. അപ്പം ഒന്ന് വരുന്നത് ബിയിലോട്ടാണ്. അപ്പോൾ ഒന്ന് ബി വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. 3 ഓപ്ഷൻസിൽ 1 ആൻസർ എന്താണ്? ബി ആണ്. അപ്പോൾ കേരളം മാത്രം അറിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റൂല. രണ്ടാമത് നമ്മൾ നോക്കുന്നു നമുക്കറിയാവുന്നത് ഹരിയാനയാണ്. അപ്പോൾ ഹരിയാനയുടെ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ഹരിയാനയുടെ 879 സി ആണെന്നറിയാം. അപ്പോൾ ഹരിയാന 4th ആണല്ലേ. 4th സി വരുന്ന ഒറ്റ ഓപ്ഷൻ. അപ്പോൾ ആൻസർ എന്താണ്? ഇതാണ്. സോ പുതുച്ചേരിയുടേത് 1037 അതുപോലെ തന്നെ ഡൽഹിയുടേത് 868 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഓർത്തിരിക്കാം. സോ എല്ലാം കൂടി പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ സെക്സ് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയോട് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞതാണ് നമ്മൾ സെക്സ് റേഷ്യോ 943 ആണ് നമ്മുടെ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ. അതിൽ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയ കേരളത്തിന് ഡെഫിനറ്റ്ലി അറിയണം 1084 ലാസ്റ്റ് ആയിട്ടുള്ള ഹരിയാനയുടെ അറിയണം 879 ആണ്. ഓക്കെ, ഓക്കെ ഇനി നിങ്ങൾക്ക് പ്രോപ്പർലി ഇല്ലേ, നമുക്ക് ദിശയുടെ ആപ്പിൽ CGLന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി ആപ്പിലെ ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഫാക്കൽറ്റീസിനോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത, ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് ടൈം ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ക്ലാസ് കാണാനായിട്ട് പറ്റിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റെക്കോർഡഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല ക്ലാസ്സിൻ്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ഇത് മാത്രമല്ല വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പഠിത്തത്തിൽ ഉടനീളം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഷെയർ ഓഫ് agricultural workers in India as per census 2011? അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് അല്ലേ, അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഈ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് അവർ എത്ര പെർസെൻറ്റേജ് ആണ്? ഈ സെയിം ക്വസ്റ്റ്യൻ ഇപ്പോൾ CPOയ്ക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 2023 നടന്ന CGL എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഷിഫ്റ്റ് ഞാൻ എന്താണെന്നുള്ള ആഡ് ചെയ്തിട്ടില്ല. ഈ ഷിഫ്റ്റിന് നടന്ന ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എല്ലാം എന്താണ്, 2023 CGLന്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഷെയർ ഓഫ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ? അപ്പോൾ എത്രയാണ്? 54.6% ആണ്. ഈ ക്വസ്റ്റ്യൻ 2023 വേറൊരു എക്സാമിന് ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് നോട്ട് ചെയ്ത് വെച്ചോ. അഗ്രികൾച്ചറൽ സെക്ടറിൽ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 54.6% ആണ്. എത്രയാണ്? 54.6% ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. ലിറ്ററസി റേറ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അത് 59% ആണ് കേട്ടോ. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഇത് വന്നത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനാണ്, 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഓൾറെഡി സെൻസസിനെ പറ്റി കുറേ കാര്യങ്ങൾ ഡെപ്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അറിയാത്ത ഫാക്ട്സുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാ? 59. സ്കിപ്പ് ചെയ്യലേ വേണ്ടെന്ന് പറഞ്ഞ്, കാരണം 2024 എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ലിറ്ററസി റേറ്റ് 59%. അതുപോലെ തന്നെ ചോദിച്ചത് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ ഓഫ് ഇന്ത്യ. പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ ഓഫ് ഇന്ത്യ. പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ബിലോ ദ
പോവർട്ടി ലൈൻ ഓഫ് ഇന്ത്യ. പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ ഓഫ് ഇന്ത്യ അത് 25.7% ആണ്. എത്രയാണ്? 25.7% ആണ്. പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ ഓഫ് ഇന്ത്യ എത്രയാണ്? 25.7% ആണ്. അതും എന്ത് ചെയ്യുക? അതും ഓർത്തിരിക്കുക. ദെൻ അടുത്ത് നോക്കേ, നാട്ടി ഈസ് എ ഫോക്ക് ഡാൻസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അപ്പം നാട്ടി എന്ന് പറയുന്നത് അല്ലേ, നാട്ടി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ് നാട്ടി? നാട്ടി ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. മാത്രമല്ല 2015 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഡാൻസ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്? നാട്ടി ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2015 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള ഡാൻസ് ഫോം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? നാട്ടി ഡാൻസ് ഫോം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നാട്ടി ഡാൻസ് ഫോം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഡാൻസ് ഫോംസിൻ്റെയും ഫെസ്റ്റിവൽസിൻ്റെയും എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ഇനി ദമാൻ ഡാൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ദമാൻ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ചാമും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. തോഡ ഡാൻസും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇതിൽ ചാം ഡാൻസ് എന്ന് പറയുന്നത് ചാം ഡാൻസ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് ചാം ഡാൻസ്. ഓക്കെ, ഇതിൽ ചാം ഡാൻസ് പെർഫോം ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് ആണ് കേട്ടോ. ബുദ്ധിസ്റ്റ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചാം ഡാൻസ് എന്ന് പറയുന്നത്. തോഡ എന്ന് പറയുമ്പോൾ മാർഷ്യൽ ആർട്ട് ആണ് കേട്ടോ. മാർഷ്യൽ ആർട്ട് ആണ് ഏതെന്ന് പറയുന്നത്? ഹിമാചൽ പ്രദേശിന്റെ മാർഷ്യൽ ആർട്ടാണ് തോഡ. മാർഷ്യൽ ആർട്ട് എന്ന് പറയുമ്പോൾ ആയോധന കല, നമ്മുടെ കളറിപ്പയറ്റ് പോലെ മാർഷ്യൽ ആർട്ട്. ഓക്കെ, ബാക്കി സ്റ്റേറ്റിലെ കുറച്ച് മാർഷ്യൽ ആർട്ട് നോക്കാനുണ്ട്. അതെല്ലാം ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസിന് ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഫോർ എക്സാമ്പിൾ മല്ലക്കാമ്പയാണെങ്കിലും അതുപോലെ മല്ലക്കാമ്പയാണെങ്കിൽ മധ്യപ്രദേശിൽ, മർഡാനിക്കലാണെങ്കിൽ മഹാരാഷ്ട്ര, ഇൻബുവാൻ മിസോറാം, ഗഡ്ക പഞ്ചാബ്, അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഇതങ്ങ് പഠിച്ചോ. ദമാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ചാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ഡാൻസ് ആണ്. ഈ ചാം ബുദ്ധിസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നത്. തോഡ ഡാൻസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇതെന്താണ്? മാർഷ്യൽ ആർട്ടാണ്, ആയോധന കലയാണ്. ഇതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ചോദിച്ച ഫെസ്റ്റിവലാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഫെസ്റ്റിവലാണ് ഡൂംഗ്രി ഫെസ്റ്റിവൽ അല്ലേ, എപ്പോഴും പറയുന്ന ഫെസ്റ്റിവലാണ് ഡൂംഗ്രി ഫെസ്റ്റിവൽ. ഹിമാചൽ പ്രദേശിലെ ഹഡിംബ ദേവി ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഇത് ഡൂംഗ്രി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഫെസ്റ്റിവലാണ് ഡൂംഗ്രി ഫെസ്റ്റിവൽ ഹിമാചൽ പ്രദേശിലെ ഹഡിംബ ദേവി ടെമ്പിളിലാണ്. ദെൻ അതുപോലെ തന്നെ ഓർക്കേണ്ട ഫെസ്റ്റിവലാണ് ഹാൽഡ ഫെസ്റ്റിവൽ. ഹിമാചൽ പ്രദേശിലാണ്. ഗോച്ചി ഫെസ്റ്റിവലും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഹാൽഡ ഫെസ്റ്റിവലും ഗോച്ചി ഫെസ്റ്റിവലും എവിടെയാണ്? അതും ഹിമാചൽ പ്രദേശിൽ. സോ ഫൈനലി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരുന്നു. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ട് ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ്, ദമാൻ, ചാം ആൻഡ് തോഡ. ചാം എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് ചാം എന്ന് പറയുന്നത്. തോഡ എന്ന് പറയുമ്പോഴോ മാർഷ്യൽ ആർട്ടാണ്. ഹിമാചൽ പ്രദേശിലെ മാർഷ്യൽ ആർട്ടാണ് ഏതെന്ന് പറയുന്നത്? തോഡ എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ഡൂംഗ്രി ഫെസ്റ്റിവൽ, ഹാൽഡ ഫെസ്റ്റിവൽ ആൻഡ് ഓൾസോ ഗോച്ചി ഫെസ്റ്റിവൽ. ഓക്കെ, which of the following rivers is incorrectly matched with its respective matched with the place of origin? Mahanadi, Sihava Mountain, Satluj, Dal Lake, Ganga, Gangotri Glacier, Godavari, Triambakeshwar. അതിൽ റോങ് ഏതാണ്? സത്ലജ്, ദാൽ ലേക്ക് ആണ്. ഓക്കെ, അപ്പോൾ സത്ലജിന്റെ ഒറിജിൻ എവിടെയാണ്? രക്ഷാസ്ഥൽ ആണ് കേട്ടോ. എവിടെയാണ്? രക്ഷാസ്ഥൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ഒരു 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഞാൻ റിവറുമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വിജയനഗര എംപയർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? വിജയനഗര എംപയർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? വിജയനഗര എംപയർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തുംഗഭദ്ര റിവർ ആണ്. ഓക്കെ, വിജയനഗര എംപയർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? തുംഗഭദ്ര റിവറിന് ബിസൈഡിലായിട്ടാണ് വിജയനഗര എംപയർ ലൊക്കേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, വിജയനഗര എംപയർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് വിസൈഡിലായിട്ടാണ്? തുംഗഭദ്ര റിവറിന് വിസൈഡിലായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി അമ്മൻ ടെമ്പിൾ ഉണ്ടല്ലോ, മീനാക്ഷി ടെമ്പിൾ അല്ലെങ്കിൽ മീനാക്ഷി അമ്മൻ ടെമ്പിൾ എവിടെയാണെന്ന് നമുക്കറിയാം, തമിഴ്നാടാണെന്ന് അറിയാം. ഈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീനാക്ഷി അമ്മൻ ടെമ്പിളിലാണെങ്കിൽ വൈഗൈ റിവർ ആണ് കേട്ടോ. ഓക്കെ, മീനാക്ഷി അമ്മൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലാണ്? വൈഗൈ റിവറിന് ബിസൈഡിലാണ്. നമ്മുടെ ആർക്കിയോളജിക്കൽ സൈറ്റ് ആയിട്ടുള്ള ഇനം ഗാവോൻ, ഓക്കെ, ആർക്കിയോളജിക്കൽ സൈറ്റ് ആയിട്ടുള്ള ഇനം ഗാവോൻ, ഓക്കെ, ആർക്കിയോളജിക്കൽ സൈറ്റ് ആയിട്ടുള്ള ഇനം ഗാവോൻ, ആർക്കിയോളജിക്കൽ സൈറ്റ് ആയിട്ടുള്ള ഇനം ഗാവോൻ അല്ലേ, ഇതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഗോഡ് റിവർ കേട്ടോ. ഏതാണ്? ഗോഡ് റിവർ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഹുൻഡ്രു വാട്ടർഫോൾസ് കേട്ടോ. ഹുൻഡ്രു വാട്ടർഫോൾ, ഹുൻഡ്രു വാട്ടർഫോൾ ഏതാണ്? സുബർണരേഖ റിവറിലാണ്. സുബർണരേഖ റിവർ ഏത് റിവറിലാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുൻഡ്രു വാട്ടർഫോൾ ഏത് സ്റ്റേറ്റിലാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജാർഖണ്ഡ്. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പം വിജയനഗര എംപയറിന്റെ ക്യാപിറ്റല് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? തുംഗഭദ്ര റിവറിന് ബിസൈഡിലായിട്ടാണ്. മീനാക്ഷി അമ്മൻ ടെമ്പിൾ, ഓക്കെ, തമിഴ്നാട്ടിലെ മീനാക്ഷി അമ്മൻ ടെമ്പിൾ ഏത് റിവറിന് ബിസൈഡ് ലൊക്കേറ്റ് ചെയ്യുന്നു? വൈഗൈ റിവറിന് ബിസൈഡ് ലൊക്കേറ്റ് ചെയ്യുന്നു. ഇനം ഗാവോൻ അല്ലെ, ഇനം ഗാവോൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? ഗോഡ് റിവറിന്. ഹുൻഡ്രു വാട്ടർഫോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബർണരേഖ റിവറിൽ എവിടെയാണ്? ജാർഖണ്ഡിലാണെന്നുകൂടി ഓർക്കുക. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദി പിച്ച് ഇൻ എ ക്രിക്കറ്റ്. ഒരു ക്രിക്കറ്റിലെ പിച്ചിന്റെ ലെങ്ത് എത്രയാണ്? നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 22 yards ആണ്. എത്രയാണ്? 22 yards. ഇനി ആവറേജ് സർക്കംഫറൻസ് ഓഫ് എ ബോൾ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആവറേജ് സർക്കംഫറൻസ് ഓഫ് എ ബോൾ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. സർക്കംഫറൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.8 inches to 8.8 inches അല്ലെങ്കിൽ ചിലടത്ത് എന്തും പറയുന്നുണ്ട് 9 inches എന്ന് റൗണ്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ക്രിക്കറ്റ് മാച്ചിലെ ഡ്യൂറേഷൻ ഓഫ് ലഞ്ച് ഇന്റർവെൽ ഇൻ എ ക്രിക്കറ്റ് മാച്ച്. ഒരു ക്രിക്കറ്റ് മാച്ചിലെ ലഞ്ച് ഇന്റർവെലിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാ. ഒരു ക്രിക്കറ്റ് മാച്ചിലെ ലഞ്ച് ഇന്റർവെലിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? അത് 40 minutes ആണ് കേട്ടോ. 40 minutes. ഓക്കെ, ഒരു ക്രിക്കറ്റ് മാച്ചിലെ ലഞ്ച് ഇന്റർവെലിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? അത് 40 minutes. കഴിഞ്ഞില്ല, ഇനിയും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ചൈന മാൻ സ്റ്റൈല്. അപ്പൊ ചൈന മാൻ സ്റ്റൈല് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് സ്റ്റംപ്സ് ഇൻ എ ക്രിക്കറ്റ്. ക്രിക്കറ്റിലെ സ്റ്റംപിന്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 28 inches ആണ്. ദെൻ ഇനിയും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ്. ഓക്കെ, കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് അത് 1792 വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നമ്മൾ അധികം വർഷങ്ങളൊന്നും ഇന്ന് പഠിച്ചില്ലല്ലോ. ഓക്കെ, അപ്പോൾ കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണ്? 1792. അപ്പോൾ ക്രിക്കറ്റ് പിച്ചിന്റെ ലെങ്ത് പറഞ്ഞു 8.8 inches to 9 inches. ക്രിക്കറ്റ് മാച്ചിലെ ലഞ്ച് ബ്രേക്കിന്റെ ടൈം 40 minutes. ചൈന മാൻ സ്റ്റൈല് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റംപിന്റെ ഹൈറ്റ് 28 inches. കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ്, ഓക്കെ, കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് 1792. യു ശ്രീനിവാസ് ഈസ് എ ഫേമസ് പ്ലെയർ ഓഫ് വിച്ച് ഇൻസ്ട്രുമെന്റ്? അപ്പോൾ യു ശ്രീനിവാസ് ഇല്ലേ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മണ്ടോളിൻ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അധികം കണക്റ്റഡ് ഫാക്ട്സുകൾ പറയാനില്ല. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കബഡി? അപ്പൊ കബഡിയുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ടേം എന്ന് പറയുന്നതിനകത്ത് ഏതാണ്? അറ്റാക്ക് ലൈൻ ആണ് കേട്ടോ. ഓക്കെ, കബഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ഏതാണ്? അറ്റാക്ക് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം ആണ് എന്തെന്ന് പറയുന്നത്? ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം ആണ് എന്തെന്ന് പറയുന്നത്? കബഡി എന്ന് പറയുന്നത്. ഓക്കെ, ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം ആണ് ഏത്? കബഡി എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ ഫൗണ്ട് ചെയ്ത വർഷം? ഓക്കെ, ഇന്റർനാഷണൽ
കബഡി ഫെഡറേഷൻ. ഓക്കെ, ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ ഫൗണ്ട് ചെയ്ത വർഷം, ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ ഫൗണ്ട് ചെയ്ത വർഷം അത് 2004 കേട്ടോ. ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം എന്നാണ്, അത് 2004. നമ്മുടെ പാകിസ്ഥാന്റെ നാഷണൽ ഗെയിം ഏതാ? പാകിസ്ഥാൻ നാഷണൽ ഗെയിം ഏതാണ്? ഹോക്കി ആണല്ലേ. കബഡി എന്ന് പറയുന്നത് എവിടുത്തെയാണ്? ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിമാണ് ഏതെന്ന് പറയുന്നത്? കബഡി എന്ന് പറയുന്നത്. ഓക്കെ. Which festival has the meaning to boil or boiling in its name? നമുക്കറിയാം ബോയിൽ അല്ലെങ്കിൽ ബോയിലിംഗ് ഏതാണ്? നമ്മുടെ പൊങ്കലാണ് അല്ലേ, പൊങ്കല്. അപ്പം ഏതൊക്കെയോ ക്ലാസ്സിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു തന്നു പൊങ്കൽ എത്ര ഡേയ്സ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, പൊങ്കൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, താഴെ പറയുന്നവയിൽ 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണ്, അങ്ങനെയൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ പൊങ്കൽ എത്ര ഡേയ്സ് ആണെന്നുള്ളതും അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതും ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നുകൂടി പറഞ്ഞുതരാം. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ. ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. ഓക്കെ, ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. അപ്പൊ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആയിട്ടാണ്? 4 ഡേയ്സ് ആയിട്ടാണ് അല്ലേ. പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 4 ഡേയ്സ് ആയിട്ട്. പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആയിട്ടാണ്? 4 ഡേയ്സ് ആയിട്ടാണ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. അപ്പൊ എക്സാമിന് ചോദിച്ചത് ഇങ്ങനെയാണ്, 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കലിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? കാനം പൊങ്കൽ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് 4 ഡേയ്സിൽ ഏതൊക്കെയാ? ഭോഗിപ്പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാനം പൊങ്കൽ. 4th ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൊങ്കൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കാനം പൊങ്കൽ. ഓക്കെ. Who is known as father of modern dance in India? ഈ ക്വസ്റ്റ്യനും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ. മിനിമം ഒരു 7 to 8 തവണയെങ്കിലും 2021, 22, 23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടാവും. 23 സീജനിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ്. കാരണം അത്ര തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഞാൻ തന്നെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ അല്ലെ. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉദയ് ശങ്കറിനെയാണ്. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉദയ് ശങ്കറിനെ. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഉദയ് ശങ്കർ റിലേറ്റഡ് ടു വിച്ച് ഡാൻസ് ഫോം? എന്ത് പറയാം? ഫ്യൂഷൻ ഡാൻസ് ഫോം എന്ന് പറയാം കേട്ടോ. ഫ്യൂഷൻ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ഉദയ് ശങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉദയ് ശങ്കർ. അല്ലെങ്കിൽ എന്ത് പറയാം? ഫ്യൂഷൻ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ഉദയ് ശങ്കർ എന്ന് പറയാം. ഇയാൾ എന്താണ് ചെയ്തത്? യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ഫോക്ക് ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. പിന്നീട് എന്തറിയപ്പെട്ടു? ക്രിയേറ്റീവ് ഡാൻസ് എന്നറിയപ്പെട്ടു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ജനിക്കുന്നത് കൊണ്ടാണ് ശങ്കർ എന്ന് പറയുന്ന ഇയാളുടെ മുന്നിൽ ഉദയ് എന്നൂടെ ആഡ് ചെയ്തത്. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മറക്കരുതിന് ഉദയ് ശങ്കറാണ്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉദയ് ശങ്കർ. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ ഉദയ് ശങ്കർ. ഉദയ് ശങ്കർ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഫ്യൂഷൻ ഡാൻസ് ഫോം. ഇയാൾ എന്താ ചെയ്തത്? യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. മറക്കണ്ട, ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കണം. ഇയാളെ പറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഉദയ് ശങ്കറിന് പത്മ വിഭൂഷൺ ലഭിക്കുന്ന വർഷം 1971. ഓക്കെ, ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1971. ഓക്കെ, ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 1971. ഓക്കെ, which state is famous for celebrating the Majuli festival? മജുലി ഐലൻഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? മജുലി ഐലൻഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ പറയാൻ പറ്റും. നോക്കേ, മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന്? ഓക്കെ, ഇതിന് ആൻസർ അറിയാമോ? ഒരു സെക്കൻഡ്. മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്?
മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ CGL ചോദിച്ചത് മജുലി ഫെസ്റ്റിവൽ ആസാം, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും മജുലി ഫെസ്റ്റിവൽ, കാരണം മജുലി ഐലൻഡ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് ആസാമിലാണ്, നമ്മൾ ആൻസർ ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മജുലി ഫെസ്റ്റിവൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മജുലി ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ M കഴിഞ്ഞ ലെറ്റർ ഏതാണ്? N അല്ലേ? സോ മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? നവംബർ മന്തിലാണ്. ഓക്കെ, മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്തിലാണ്? നവംബർ. ഓക്കെ, ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ബിഹു അറിയാം. ബിഹു പല ടൈപ്പ് ഉണ്ടെന്ന് ഒരുപാട് ക്ലാസ്സിൽ ഞാൻ പറയുന്നത്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബിഹു ആസാമിലാണ്. ദെൻ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബിഹു ടൈമിൽ നമ്മൾ ലൈറ്റനിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ദീപം തെളിയിക്കുന്നത് ഏത് പ്ലാന്റിന് ഫ്രണ്ടിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തുളസി പ്ലാന്റ് ആണ്, അതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പം മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആസാമിൽ ഏത് മന്ത് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറോ നവംബർ മന്തിലാണ്. ഇതുപോലെ തന്നെ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ഒരു ഫെസ്റ്റിവലാണ് മേഡാം മേഫി ഫെസ്റ്റിവൽ. ഓക്കെ, മേഡാം മേഫി ഫെസ്റ്റിവൽ ഇതും എവിടെയാണ്? ആസാമിലാണ്. ആസാമിൽ ഒരു 2 ഫെസ്റ്റിവൽസ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മേഡാം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ് മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ തായി അഹോം കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം മേഡം മേഫി ഫെസ്റ്റിവൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റിയാണ്? ക്ലിയർലി പഠിച്ചോ, ഏതാണ്? നമ്മുടെ തായി അഹോം കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഓക്കെ, മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തായി അഹോം കമ്മ്യൂണിറ്റി ആസാമിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ജോൺബീൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ജോൺബീൽ മേള. ജോൺബീൽ മേള. ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിക്കും കേട്ടോ. ബാർട്ടർ സിസ്റ്റം. ഓക്കെ, ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജോൺബീൽ മേളയാണ്. ഓക്കെ, മേഡം മേഫി ഫെസ്റ്റിവലും ജോൺബീൽ മേളയും മജുലി ഫെസ്റ്റിവലും എവിടെയാണ്? ആസാമിലാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിൽ. മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് മന്ത് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നവംബർ മന്തിൽ. ദെൻ മേഡം മേഫി ഫെസ്റ്റിവൽ ആസാമിലാണ്. ഈ മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തായി അഹോം കമ്മ്യൂണിറ്റിയാണ്. ദെൻ ജോൺ ബീല മേള. ഓക്കെ, ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇത് ജോൺബീൽ മേള എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേക്ക് വിക്ടോറിയ is in which of the following അല്ലെങ്കിൽ ലേക്ക് വിക്ടോറിയ is in which of the following countries? അപ്പോൾ ലേക്ക് വിക്ടോറിയ ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ്? ടാൻസാനിയ, ഉഗാണ്ട ആൻഡ് കെനിയ. ഓക്കെ, ടാൻസാനിയ, ഉഗാണ്ട ആൻഡ് കെനിയ. ഈ ഉഗാണ്ടയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. ഏതാണെന്ന് അറിയാമോ? ഉഗാണ്ടയുടെ ക്യാപിറ്റലാണ് കാംപാല. ഉഗാണ്ടയുടെ ക്യാപിറ്റലാണ് കാംപാല. ഈ കാംപാല ഉഗാണ്ടയുടെ ക്യാപിറ്റൽ ആണെന്ന് പഠിക്കുമ്പോൾ കംബ്ല ഫെസ്റ്റിവൽ, കംബ്ല അല്ലെങ്കിൽ കംപാല എന്ന് ഓർത്തോ. കംബ്ല എന്ന് ഓർക്കുവാന്ന് കംബ്ല എന്നാണ് പറയുന്നത്. കംബ്ല ഫെസ്റ്റിവൽ ആണെങ്കിൽ അത് എവിടെയാണ്? കർണാടക. ആ 2 കാര്യം കൂടി അവിടെ നിന്ന് കണക്ട് ചെയ്തേക്കുക. ഓക്കെ, ഈശ്വരി പ്രസാദ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്? അപ്പോൾ ഈശ്വരി പ്രസാദ് ഏത് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കഥക്കാണ് കേട്ടോ. ഈശ്വരി പ്രസാദ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക്ക്. നമുക്കറിയാം ബിർജു മഹാരാജ് അല്ലേ, ബിർജു മഹാരാജ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ എന്താണ്? കഥക്കാണ്. കുമുഡിനി ലാഗിയ. ഓക്കെ, കുമുഡിനി ലാഗിയ. 2 പേരുടെ പേര് തൽക്കാലം പറയുന്നുള്ളേ. കുറേ പേരുണ്ട്, തൽക്കാലം ഈ 2 പേരുടെ പേര് പഠിക്കുക, ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, പണ്ഡിറ്റ് ബിർജു മഹാരാജും കുമുഡിനി ലാഗിയയും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ പേര്, കാരണം ഈശ്വരി പ്രസാദിന്റെ പേര് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈശ്വരി പ്രസാദ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതിൽ ബിർജു മഹാരാജിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഓർക്കുക. സംഗീത നാടക അക്കാദമി അവാർഡും ഉണ്ട്, പത്മവിഭൂഷണും ഉണ്ട്. 1964 സംഗീത നാടക അക്കാദമി അവാർഡും, അതുപോലെ 1986 പത്മവിഭൂഷണം ലഭിക്കുന്ന ആളാണ് ആര്? പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ഈ ആർട്സ് ആൻഡ് കൾച്ചറൊക്കെ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുന്ന ടൈമിൽ ഈ പണ്ഡിറ്റ് ബിർജു മഹാരാജിനെയൊക്കെ മാത്രമായിരുന്നു എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്നത്. ഇപ്പോഴാണ് എല്ലാ പേഴ്സൺസിനെയും കൂടി എടുത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കേട്ടോ.
ആദ്യമൊക്കെ ആരെയും ചോദിക്കത്തില്ലായിരുന്നു, പണ്ഡിറ്റ് ബിർജു മഹാരാജ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും അയാളുടെ പേരും ചോദിക്കാറുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് ബിർജു മഹാരാജ് കുമിടിനി ലാഗ്യ, ഈശ്വരി പ്രസാദ് കഥക് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ബിർജു മഹാരാജിന്റെ അവാർഡുകളോട് ഓർത്തിരിക്കുക. സംഗീത നാടക അക്കാദമി അവാർഡ് 1964-ലും, ദെൻ പത്മവിഭൂഷൺ 1986-ലുമാണ്. ഓക്കെ. ഹൂ ഫൗണ്ടഡ് ദി ലക്നൗ ഘറാന ഓഫ് കഥക്? അപ്പൊ ലക്നൗ ഘറാന ഓഫ് കഥക് ഫൗണ്ട് ചെയ്തത് ആരാണ്? ഹൂ ഫൗണ്ടഡ് ലക്നൗ ഘറാന ഓഫ് കഥക്? ആരാണ്? ലക്നൗ ഘറാന ഓഫ് കഥക് ഫൗണ്ട് ചെയ്ത ആരാണ്? അതിന് ആൻസർ ഈശ്വരി പ്രസാദ് ആണ് കേട്ടോ. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ഈശ്വരി പ്രസാദ് ആണ് ലക്നൗ ഘറാന ഓഫ് കഥക്. ഈ ഘറാനാസും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഉണ്ടല്ലോ, നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ലക്നൗ കൽക്ക ബിനാദിൻ ഘരാനയാണ് കേട്ടോ. ലക്നൗ കൽക്ക ബിനാദിൻ ഘരാന. ഞാൻ എഴുതാം. ലക്നൗ കൽക്ക ബിനാദിൻ ഘരാന. ഓക്കെ. ലക്നൗ കൽക്ക ബിനാദിൻ ഘരാന. ലക്നൗ കൽക്ക ബിനാദിൻ ഘരാനയാണ് ബിർജു മഹാരാജ്. സിത്താര ദേവി ആണെങ്കിലോ ബനാറസ് ഘരാന. ഓക്കെ. സിത്താര ദേവി ആണെങ്കിലോ ബനാറസ് ഘരാന. സിത്താര ദേവി ആണെങ്കിൽ ബനാറസ് ഘരാന. ബിർജു മഹാരാജ് ആണെങ്കിലോ ലക്നൗ കൽക്ക ബിനാദിൻ ഘരാന. അപ്പൊ ലക്നൗ കൽക്ക ബിനാദിൻ ഘരാനയായിട്ട് റിലേറ്റ് ചെയ്തതാണ് ബിർജു മഹാരാജ്. സിത്താര ദേവി ആണെങ്കിലോ ബനാറസ് ഘരാന. അത് ഓർത്തിരിക്കുക. റോവേഴ്സ് കപ്പ് നിങ്ങൾക്കറിയാം. റോവേഴ്സ് കപ്പ് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്? റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 20 ക്വസ്റ്റ്യൻസ് മാത്രമൊന്നുമല്ല നമ്മൾ പഠിച്ചത്. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിൽ ചോദിക്കാൻ പോസിബിലിറ്റിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിക്കയുടെ പ്രശ്നം നമ്മൾ പഠിക്കും മറക്കും അല്ലേ? സോ പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ റിവൈസ് ചെയ്താൽ ഒരു 2 തവണ വായിച്ചിട്ട് മറന്നു പോകുന്ന കാര്യങ്ങളെ ഒന്ന് ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഒരു റെഡ് കളർ പെൻ വെച്ച് ഒന്ന് ടിക്ക് ചെയ്തേക്കാം. പിന്നീട് നിങ്ങൾ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആ റെഡ് കളർ ടിക്ക് ചെയ്തതായിരിക്കണം. പിന്നീട് മാത്രമേ ബാക്കി കാര്യങ്ങൾ, കാരണം ബാക്കി കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ആദ്യം മറന്നുപോയ സാധനങ്ങൾ തന്നെയായിരിക്കും. സോ രണ്ടാമത്തെ തവണയൊക്കെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ടിക്കിട്ട സാധനങ്ങൾ വേണം ആദ്യം പഠിക്കാൻ, ടിക്കിട്ട നോട്ട്സ് വേണം ആദ്യം പഠിക്കാൻ, പിന്നീട് വേണം പഴയ കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ പ്രോപ്പർലി എക്സാം ഹാളിലെ ഓപ്ഷനോടെ കാണുമ്പോൾ ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ആൻഡ് ഹാപ്പി ലേണിംഗ് ടു ഓൾ.